ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പിടിച്ചു നിർത്താനും ഈ ഹിപ്നോസിസിൽ പറ്റും. പക്ഷെ അവർക്ക് വില്ലിങ്നെസ് ഉണ്ടാവണം. ഗിവൻ they are willing to make the change. പിടിച്ചു കെട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിടിച്ചു കെട്ടിയിട്ട് എത്രയോ ആൾക്കാരെ നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവിടുന്നു. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അവർ അതിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? അതെന്തുകൊണ്ട്? അവരുടെ ഉള്ളിലുള്ള എന്തിനെയാണ് ഈ അഡിക്ഷൻ കൊണ്ട് അവർ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നേ എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഹിപ്നോതെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് ഫിഗർ ഔട്ട് ചെയ്ത് ആ വൂണ്ട് ഹീൽ ചെയ്യുമ്പോൾ നാച്ചുറലി പിന്നെ അവർക്ക് ഇത് വേണ്ട. പിന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന കാര്യം, എന്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെന്താ എനിക്ക് ചെയ്ത? ഫ്രണ്ടിന് ചിലപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇമോഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ റീവയറിങ് എങ്ങനെയാണ്, അതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്, നമ്മുടെ നെർവസ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്നുള്ളത് പോലെ ആവണം എന്നില്ല വേറൊരു വ്യക്തിയുടെ. അയാൾക്ക് ചിലപ്പോ ഒരു കുപ്പി ആൽക്കഹോളൊക്കെ ഫുള്ള് കുടിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. വേറൊരാൾക്ക് ചിലപ്പോ 2 പെഗ്ഗവും കുടിക്കാൻ പറ്റുന്നത്. അതറിയാതെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആളായിരിക്കും അതിനെ ബാധിക്കപ്പെടാം അല്ലേ? ഇതേപോലെയാണ് ഏത് ഡ്രഗും. ചില ആൾക്കാർക്ക് നാച്ചുറലി അല്ലെങ്കിൽ ജനറ്റിക്കലി തന്നെ അഡിക്ഷനോടുള്ള ഒരു പ്രവണത ഉണ്ട് ഉള്ളില്. അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ അകപ്പെടാന്നുള്ളത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്.